ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. ഹൗ ആർ യു? ഏകദേശം 1-2 മാസം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിൽ പോവാന്നുള്ള കാര്യം. നാട്ടിൽ വന്നിട്ട് കുറെ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ 1 മാസമാണ് ലീവ് കിട്ടിയത്. അപ്പം വീട്ടുകാരുടെ കൂട്ടത്തിൽ തന്നെ കുറെ സ്പെൻഡ് ചെയ്ത് പക്ഷെ കുറെ വീഡിയോ ഒക്കെ ക്ലിപ്പിങ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ വരും ദിവസമായിട്ട് പോസ്റ്റ് ചെയ്യും. ബട്ട് ഹാപ്പി തിങ് ഈസ് ദാറ്റ് എന്റെ പ്രീവിയസ് വീഡിയോസിന്റെ ഇതിലേക്ക് പോയി നോക്കിയാൽ കാണാൻ പറ്റും. ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്, പ്രവീൺ യുവർ വീഡിയോ ഈസ് സോ ഗുഡ് ബട്ട് ദർ ഇസ് നോ ക്ലാരിറ്റി, മേക്ക് ഷുവർ വെൻ യു പുട്ടിങ് ലൈക് വ്ലോഗ്സ് മേക്ക് ഷുവർ ദാറ്റ് ദ ക്ലാരിറ്റി ഈസ് സോ ഡൺ. അങ്ങനെ കുറെ വീഡിയോസിന്റെ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അത് ഒരു ആൻഡ്രോയിഡ് ഫോണാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ദാറ്റ് ടൈം ഐ നെവർ തോട്ട് ഐ ആം ഗോണ ബൈ iPhone. I'm feeling so happy, blessed, and grateful. Now look at my hand, Jesus Christ. I'm the owner of an iPhone. I never thought I'm gonna buy a brand called Apple. Look at me. This is 16, okay. എന്റെ ബഡ്ജറ്റിൽ ഇപ്പൊ അത്ര പറ്റത്തുള്ളായിരുന്നു. സോ ഐ ബോട്ട് 16. 16 പ്ലസ് ഉണ്ടായിരുന്നു. ബട്ട് നമ്മളൊരു 10,000 രൂപ കൂടെ എക്സ്ട്രാ കൊടുത്താൽ 16 പ്ലസ് മേടിക്കാൻ പറ്റും. സോ എൻ്റെ അത്രയും ഇല്ലാത്തതുകൊണ്ട് 16 ഞാൻ മേടിച്ചു. ഐ എം സോ ഹാപ്പി. ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം വിത്ത് ഇറ്റ്. ഐ ഡോണ്ട് ഹാവ് എനി റിഗ്രറ്റ്. Oh my god, feeling so good. I'm just feeling so happy in the honor of an iPhone. Oh my god. Thank you to the universe. Actually, this I manifested a lot, but I never thought I'm gonna buy it like this time. But I automatically that happened. The moment when came to me that oh my god, this is never expected. I'm gonna buy this phone right now. I mean, this period of time because I'm just facing through so many problems financially. This happened to me. You know, I don't know what I'm supposed to say about this, but I'm just feeling so happy. In my life, I considered at least one time for myself. You know, consider me like I don't know what I'm supposed to say. I just forgot everything. ഓക്കെ, ഐ എം ഫീലിംഗ് സോ ഹാപ്പി. ഇതിലാണ് ഇപ്പൊ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ എന്റെ വീടിന്റെ മുമ്പിലുള്ള സിറ്റ് ഔട്ടിലായിരുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഐ ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ വ്യൂ ഹിയർ. നല്ല മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ്. മുറ്റത്തെല്ലാം ഒരുപാട് പൂക്കൾ. അങ്ങനെ കുറെ വീഡിയോസ് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പൊ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാലും ഞാൻ 4 വർഷമായിട്ട് അറിയാമല്ലോ, ഞാൻ സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. സോ I haven't gotten any opportunity to celebrate Onam. Of course, there were so many people, so many Kerala people are over there. They are celebrating. They're finding time to celebrate Onam and all. But I never joined them with them because celebrate Onam and all. But I don't want to celebrate Onam, this kind of celebration with friends or somebody. I just really wanted to make sure that I'm just celebrating Onam or good times with my family. So just really want to celebrate my Onam here when I'm on vacation, which is that day is not supposed to like celebrate as Onam. So we celebrated here Onam. For me, I told my parents like, Mummy, I just really want to eat on a sadhya. സദ്യ ഇൻ ദ സെൻസ് ലൈക്ക് എനിക്ക് ഓണം ആഘോഷിക്കണം, ഒരു ദിവസം നമുക്ക് ഓണമായിട്ട് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം. ബട്ട് നെവർ തോട്ട് എ ഡേ മൈ പേരൻസ് ഗുണ ഡു ദാറ്റ് ഫോർ മീ, ലൈക്ക് യു നോ കംപ്ലീറ്റ് സെറ്റപ്പ് ആൻഡ് ഓൾ as ഓണം, ലൈക്ക് everything, like you know 2-3 days before we started to do things, like you know what are the things we supposed to make for sadhya, pickles and chidi kuchi അങ്ങനെ കുറെ my Lisa. So I celebrated a lot. അങ്ങനെ സദ്യ ഉണ്ടാക്കി. In between, you know guys, I got a bigger surprise. Coming December, I'm gonna celebrate my birthday. I never thought they're going to give me a surprise cake cutting.
Oh my god, I'm just at the lunch. I was sitting for having lunch. My brother-in-law brought to me a cake with returning like happy birthday in advance. I was like, that was the first surprise in my whole life. I had never gotten a surprise like this, especially birthday surprise. That was so cute, and I'm the person who has been always make sure that I just love to. I would like to make people astounding when they're celebrating like important days and all. But in my life, that was the first astound and somebody did for my. I don't know what I supposed to. I'm just forgetting words and all. I'm so sorry for that, but I really love to them. Like I'm just giving my all life to them, like as a gift, as an appreciation. Like I'm just feeling obsessed. I'm feeling emotional actually. Just literally forgetting all the words and all. I'm just really thankful to my parents, my sister, my brother-in-law, my cousin, Rajan, everyone. I just really would like to thanks to them. Like without them, I cannot able to survive in this world because they are only for me. I don't have so many friends around here. I don't have so many nothing here. I have only people who are stand by side is my family. Otherwise nothing. So if you are giving something, that is very important for me. So many emotions happened in my life in this month, last 23 days. I did so many video clips. I think I'm gonna share with you guys what I did as an Onam and my like surprised gift, which has been given by my brother-in-law, and of course this is like my heart. This became my heart actually. I think it's so many good things have happened. So many things are happening in my life. I think it's a really I'm gonna celebrate my life as like nothing. Like God and Jesus Christ, of course. I think they started to stand by my side and then doing so many things for me. I'm just really wanted to thanks to Jesus Christ. Of course, I would say that. Lisa is crying over there. She's really want to urinate. I think I should go now. Okay, let's complete this and go. And thank you, thank you so much, all the guys. I think this video is so long getting. ഇതിനെ ഞാൻ കണക്ട് ചെയ്തിടാൻ ബാക്കി എന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ ബർത്ത്ഡേ സർപ്രൈസും പിന്നെ ഓണം സെലിബ്രേഷൻ. ആൻഡ് ദെൻ bye, see you guys, see you next video. Lisa is one of the most important person in our home. Okay, she's our like one of the person who has been for 4 to 5 years. Without she, we are nothing. അങ്ങനെയാണ് ലിസ ഞങ്ങൾക്ക്. സോ അവിടെ ഒരു വീഡിയോ എന്തായാലും ഉണ്ടായിരിക്കും. Of course, a complete vlog. What is she? How is she? Came in her life. അങ്ങനെയൊക്കെ. So this is the end for this video. I think I would say thank you so much, guys. Please do like, share, and subscribe my YouTube channel. It's very important. I think it's so many things are going to happen in my life. I just really want to share to you guys. I don't want to earn money. I don't want to do anything. I don't want anything. I just make sure that so many people are looking at me and seeing me, commenting me, and appreciating me, because I just want so many people like. So I don't know this video is going to where or how many people are going to see this video. I don't know anything about it, but normally I have some viewers. They are literally supporting me, and I really want to appreciate that kind behavior, because as a beginner you people are giving me, and then thank you so much for that. And then bye. And this is the end of this video, and then video, not end of this clip. And further you will see that
what happened in last 23 days. Okay, 23 days അല്ല, ബർത്ത്ഡേ വിഷസും ബർത്ത്ഡേ സർപ്രൈസും ഓണം സെലിബ്രേഷനും. ഓക്കെ, അതുവരേക്കും ബൈ. സീ യു ഗൈസ്. ഐ ലവ് യു സോ മച്ച്. ബൈ. നല്ല എണ്ണം മേടിക്കുമ്പോൾ അവളിങ്ങോട്ട് വരും, അവളങ്ങ് എടുത്തോണ്ട് പോകുന്നത് മഞ്ജു. चलो बताओ പരിപ്പോ വേനൽ സമയം പാമ്പ് ഉറങ്ങി കിടക്കുമായിരിക്കും അവിടെ. എനിക്കെല്ലാം വിളം വന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് കണ്ടെത്തി. മൊത്തത്തിലെടുക്കണം. നിങ്ങൾ അതിനൊന്ന് അടിച്ചു കൊടുക്കാവോ? കാണുന്ന രീതി, പ്ലാസ്റ്റിക് വാട്ട പറ്റത്തില്ല, കാണുന്ന രീതി വേണം. വെട്ടം കിട്ടും. അത് കട്ടിയെടുക്കാം. ഓണല്ലേ അതിന് സെറ്റ് ചെയ്ത് ഇവിടാണോ വില ഇടുന്നത്? വിളമ്പ് നാളെ കാണുന്നില്ല. തുടങ്ങല്ലേ ചാർജിന്റെ ഫോണിലെ ക്യാമറ ഉപ്പുപ്പേരി ഇതേ പക്ക ക്ലിയർ ആയിട്ട് കിട്ടുന്നു കേട്ടോ. കിട്ടുന്നില്ല. ഇനി കിട്ടുന്നുണ്ട്. ഈ ക്യാമറ ഇരിക്കുന്നില്ലേ? വീഡിയോ വേണ്ടത് ഇതെന്തിനാ? ഇത് എന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ അഡ്വാൻസ്. താങ്ക് യു. ആ എനിക്ക് അറിയത്തില്ല അതിനെ കുറിച്ച്. എന്റെ ജീവിതത്തിലെ സദ്യ കേക്കോ? ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയി. അയ്യോ സ്റ്റിക്കർ ഉണ്ടല്ലോ. ഇണിക്കണോ? ക്യാമറ സെറ്റ് ആക്കണേ. ഈ ക്യാമറയില്
ഹാപ്പി ബർത്ത്ഡേ Happy birthday to you. Happy birthday to you. Happy birthday dear baby. Thank you guys. അമ്മ ഒരു ചെറിയ പീസൊക്കെ അടിച്ചാൽ മതി കേട്ടോ. അയ്യോ അവിടെ എല്ലാവരും ചെയ്യണ്ടേ വേണം ചോറൊന്നുമില്ല, ചെറിയ പീസ് ചെല്ലി ശിവപ്രസാദ് ചെല്ലി അല്ലേ? ചെല്ലി ശിവപ്രസാദ് അതല്ല സെറ്റ്. കേക്ക് കാണാൻ പറ്റത്തില്ല, നീ ആൾക്കാർ ഫോക്കസാ. ബാബി ഇങ്ങോട്ട് അയ്യോ ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയി. പോയി കഴിഞ്ഞാൽ പിന്നെ ബർത്ത്ഡേ കിട്ടത്തില്ല. പ്രിയ പേപ്പറിന് എടുത്തു അവിടെ അമ്മ പേപ്പർ എടുക്കുന്നു. ആദ്യം അറിവുള്ളൂ. ഹാപ്പി ബർത്ത്ഡേ അവന് സ്കിന്ന് ഡാമേജ് ആവും. മതി ഇങ്ങോട്ട് പോയെ. എല്ലാവർക്കും താങ്ക്സ് പറയട്ടെ. എന്നെ കാണാൻ പറ്റും ഇതിനകത്ത്. എടുത്തിട്ടുണ്ട്. താങ്ക് യു ഓൾ ഓഫ് യു. സ്പെഷ്യൽ ഇനി ഇതൊക്കെ പെട്ടെന്ന് ഒന്ന് ഒതുക്കും. ഇനി അഗൈൻ നമുക്ക് ഫുഡിലോട്ട് പോവാം. ഇതിന് വേണം കേൾക്കണോ? പിന്നെ കഴിച്ചോളാം. ഐസ്ക്രീം വിത്ത് കേക്ക് നമുക്ക് അഗൈൻ കഴിക്കാം. അമ്മ ഏതാ സെറ്റ് ചെയ്യുമേ? എങ്ങനെ അറിയിട്ട് ഇങ്ങോട്ടാണോ? എങ്ങോട്ടല്ലേ ഇട്ടാലും കറി കൊണ്ട് ചെലവിടാനും പോവും. എന്താ എന്തുവാ അടിപൊളി സർപ്രൈസ്. അറിയാതെ ഞാൻ അറിഞ്ഞില്ല. ഇല്ല അളി മാത്രം അറിഞ്ഞോളൂ. ഇത് ആരാ കേക്ക് സെറ്റ് ചെയ്തത്? അയ്യോ എന്റെ മനസ്സിലൊരു പറഞ്ഞു വന്നു. ഇങ്ങനെ അറിയിച്ചു അതേപോലെ മുളി ഇതിനെല്ലാം മുളി ഞാൻ മറന്നതുകൊണ്ട് ഇതെല്ലാം സംഭവിച്ചത്. അഡ്ജസ്റ്റ് ചെയ്ത് ഇലയിടാം. സെൽഫി ക്യാമറ വെക്കും പ്രവീണെ. എല്ലാവർക്കും ഇലയിടാൻ പറ്റത്തില്ല. അളി വാ എടുക്കളേ ക്യാമറ കൊണ്ടിട്ട് ഇവിടെ തിരിച്ചു വരാം. ഞാനൊരു പനിയാരം എനിക്ക് ഇലയിടാൻ കറിയല്ല ഇഞ്ഞായി. ആ സാരമില്ല. ഇത് ദോഷമാ. അച്ഛനാ ഇട്ട് കൊടുത്തത്. അവിടെ മുളമ്പ് വെച്ചു. വേറെ ഇട്ട് കൊടുക്കും. ഇതിവിടെ വെച്ചാൽ കറക്റ്റ് ആയാലും അല്ലല്ല തിരിച്ചു ഇവിടെ വെച്ചാൽ കറക്റ്റ് ആവും. ഇവിടെ എവിടെ വെച്ചാലും കറക്റ്റ് ആവത്തില്ല. അവിടെ വെച്ചാൽ മതി. അല്ലല്ല ഇവിടെ വെച്ചാൽ കറക്റ്റ് ആവും. വരത്തില്ലടാ. ഇപ്പഴല്ലേ ഇരിക്കുന്നത് നമ്മള്. ഈ വശം നമ്മള് അവിടെ കാലിരിക്കത്തില്ല. അവിടെ ഇരുന്നാലും ആവശ്യമല്ല നമ്മൾ തിന്നു വരുന്നേ. മാറ്റി മോനെ മാറ്റിയത് ഇങ്ങോട്ട് ഇങ്ങനെ നോക്കാം അല്ലേ? ഇങ്ങനെയാ വരണ്ടേ. അതിപ്പോ തിരിഞ്ഞാ പോയത്. അവരപ്പുറത്തോട്ട് അളിയാൻ അമ്മോട്ടൊക്കെ പോയി ചാച്ചനെ ഇരിക്കവിടെ. ഒന്നുകൂടെ വിളമ്പേണ്ടി വരും. അമ്മ അങ്ങോട്ട് കളി ചാടി ശിവനെങ്ങാ അവിടെ ഇരിക്കുവാ. തിരിച്ചേ നിങ്ങൾ അടിക്കുവാണോ? അല്ലേ ക്യാമറ തന്നിട്ട് ഫുള്ള് അപ്പൊ ഏതെങ്കിലും പൊക്കി എടുത്താൽ അവൻ കമ്പ്യൂട്ടിങ് എടുത്താൽ മതി. ഒരു പ്രോസസ് ഉണ്ട്. പ്രോസസ് വെച്ചോണ്ടായിരുന്നു.
പരിപ്പ് നെയ്യില്ലേടി ഒരു പഴം വെച്ചില്ലേടി എനിക്ക് ഇച്ചിരി നെയ്യ് തരാ കൂടി രാജോട്ട് നെയ്യ് എടുത്ത് വെച്ചാൽ അങ്ങോട്ട് ഒരു പപ്പടം മറ്റേ കലത്തേക്ക് ഈ ഫിഷ് വെക്കണ്ടായിരുന്നു ആക്ച്വലി ചുവന്നവരല്ലായിരുന്നു അതെന്താ പരിപാടി ഇത് കാണിച്ചത് ഞാൻ കറക്റ്റ് ആയിട്ട് വെച്ചിരുന്നു കോട്ടയിൽ കിട്ടാൻ വേണ്ടിട്ട് എടുത്തോണ്ട് വന്നു അപ്പി എല്ലാത്തിനകത്തും മുളമ്പി അപ്പിയുടെ ഏറ്റവും വലിയ ഇന്ന് അവൻ ഇവിടെ ആയിരിക്കില്ല ഞാൻ അങ്ങോട്ടൊക്കെ എനിക്ക് വേണ്ടേ മീൻചാറ് കേക്കൊക്കെ തല്ലേ പിരിപ്പാ പരിപ്പുണ്ടോ സാധനങ്ങൾ ഒഴിക്കാൻ പറ്റത്തില്ല മീൻ മസാല കറിക്കൊന്നും മുളക് നിന്നു കഴിച്ചു കേട്ടിരിക്കുന്നു അയക്കണം ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പം നെഞ്ചു ചെയ്യും വേറെ ഇരിക്കുന്ന ഒന്നും കൊണ്ട് കളയരുത് മീൻ വെറുതെ എടുത്ത് എനിക്ക് വേണം അതല്ല പറഞ്ഞേ ഒരിക്കലും ഞാൻ വീഡിയോ സെറ്റ് ആണ് പരിപാടിയാണ് അടുക്കല്ല സൈഡിലോട്ട് മതി മതി വെച്ചേക്കളിയോ എന്തോ ആ മതി വെച്ച അതൊരു കാണിക്കുവോ കൊടുത്തു വിടുമ്പോ എന്തോ ഒരു കുറവ് കാണിക്കുന്നു പപ്പടം നാരങ്ങ അച്ചാർ കിട്ടിയിട്ടില്ല പപ്പടം ചെവി വെക്കത്തില്ലേ അത് മതി ഉണ്ട് വറക്കണോ ഒരുപാട് അണ്ടിപ്പരിപ്പുണ്ടല്ലോ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഇച്ചിരി സേമിയ കൂടി കൊണ്ടുപിടിക്കാമോ ഭാഗ്യമുണ്ടെന്ന് കുടിക്കാൻ സദ്യ കഴിക്കാൻ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ പറയാനുണ്ടോ കഴിച്ചിട്ട് പറയാം ചാച്ചന് ഇച്ചിരി ഐസ്ക്രീം കൊടുക്കണം ഏത് സമയത്താണ് സമയത്താണോ ചോദിച്ചു വേണം ഐസ്ക്രീം വേണ്ട